എന്റേത് മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇയാൾക്കെന്താ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. അത് വെറുതെ ആര്യോടും കാവ്യോടും ലച്ചിനോടും എന്ത് ഫ്രണ്ട്ലി ആയിട്ട് താൻ സംസാരിക്കുന്നത്? എന്നെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ മസിൽ കയറ്റിക്കുന്നത് എന്തിനാ? ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? പ്രിയ പരിഭവത്തിൽ ചോദിച്ചു. അത് നിനക്ക് തോന്നുക, എനിക്ക് അങ്ങനെയൊന്നുമില്ല. കള്ളം പറയണ്ട. ഞാൻ കേട്ടത് മനസ്സിലാക്കി വെച്ച് നിങ്ങളൊരു സ്നേഹമുള്ളവനാ. പക്ഷെ എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ലച്ചുവിനെ നിങ്ങൾ ആരാണെന്നുള്ള സത്യം പോലും അറിയിച്ച് ഞാനല്ലേ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? പ്രിയ പറഞ്ഞു. അവൻ അതേയോ എന്ന ഭാഗത്തിൽ അവളെ നോക്കി. അതെനിക്ക് പുതിയ അറിവാ. നീയാണ് അവളോട് എല്ലാം പറഞ്ഞല്ലേ? അതെ, ഞാൻ തന്നെയാ പറഞ്ഞ്. അത് നിങ്ങൾ എത്രയും വേഗം പരസ്പരം തിരിച്ചറിയാനും സ്നേഹിക്കാനും വേണ്ടി. താങ്ക്സ്. അതിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി പറയും, എന്തിനാ നിങ്ങൾക്ക് എന്നോട് ഇത്രമാത്രം ദേഷ്യം? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്നോടൊന്നല്ല ആരോടും ദേഷ്യമില്ല. പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവം കൊണ്ട് മാത്രമേ ഞാൻ അവരോട് പെരുമാറാറുള്ളൂ. അതിനർത്ഥം എന്താ? ഞാൻ ദേഷ്യക്കാരിയാണെന്നാണോ? അല്ല, നീ ഒരു അഹങ്കാരിയാ. സന്ദീപ് പറഞ്ഞു. പ്രിയക കേട്ട് ചൊറിഞ്ഞു കയറി. ഞാൻ എന്തൊരു അഹങ്കാരാടോ നിന്നോട് കാണിച്ച്? എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? നിന്റെ ഈ സംസാരത്തിൽ ഒരു അഹങ്കാരമുണ്ട്. മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും നിനക്കറിയില്ല. ഹലോ, ഞാൻ എല്ലാവരോടും മാന്യമായിട്ട് തന്നെ പെരുമാറാറുള്ളൂ. ഇന്നവർ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. തെറ്റ് കാണുമ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ട് തന്നെയാ നിന്റെ സ്വഭാവം ഇങ്ങനെയായത്. റെസ്പെക്റ്റ് ഒരാൾക്ക് കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടൂ. നിന്റെ അനിയത്തി കാവ്യ ആദ്യം വിളിക്കുന്നത് എന്തെന്ന്? ആദ്യേട്ടനെന്ന്. എന്നാൽ അവനേക്കാൾ മുതിർന്ന ആനന്ദിനെ നീ എന്തിനാ പേര് വിളിക്കുന്നത്? ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെയാ ശീലിച്ച്. അപ്പൊ നിന്റെ കൂടെ പിറപ്പോ? അത് കേട്ടപ്പോൾ പ്രിയക്ക് എന്തോ പറയണമെന്നറിയാതെ തലകുനിച്ചു. ഞാൻ തന്നെ കുറ്റം പറഞ്ഞില്ല. എന്നെ താൻ പേരിനോടൊപ്പം ഏട്ടൻ ചേർത്ത് വിളിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ മുമ്പിൽ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നവർക്ക് നീ കൊടുക്കാത്ത റെസ്പെക്റ്റ് എനിക്ക് മാത്രം നൽകാൻ വേണ്ടിയിട്ടാ. കാരണം നീ അങ്ങനെ വിളിക്കാൻ പോലും കഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നിയോണ്ടാ. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അതൊരു പേരിന്റെ കാരണം കൊണ്ടായാലും. സന്ദീപ് പറഞ്ഞു. അവൾ തലയും താഴ്ത്തിയിരുന്നു. ഇന്നവരെന്നോട് ഇതൊന്നും ആരും പറഞ്ഞു തിരുത്തിയിട്ടില്ല. ഞാൻ കരുതി എല്ലാവർക്കും അത് ഇഷ്ടാവുമെന്ന്. പക്ഷെ ഇപ്പൊ സന്ദീപേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. എന്നെ നീ സന്ദീപ് തന്നെ വിളിച്ചാൽ മതി. അങ്ങനെ കേൾക്കാൻ എനിക്കിഷ്ടം. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ല. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ നീ അവരെ മാറ്റി വിളിച്ച് കഷ്ടപ്പെടണ്ട. റെസ്പെക്ട് മനസ്സിലെങ്കിലും സ്വയം തോന്നിയാൽ മതി. അത് കേട്ട് പ്രിയ തലവിളിക്കി. ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? പ്രിയ അവനെ നോക്കി ചോദിച്ചു. അവനത് കേട്ട് ചിരിച്ച്. സ്ഥലത്തി പോയി സാധനം എടുത്തിട്ട് വാ. അവൻ പറഞ്ഞു. പ്രിയ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് ഡോർ തുറന്ന് അവിടെയുള്ള ഷോപ്പിലേക്ക് പോയി മാലയും ബൊക്കെയൊക്കെ ആയിട്ട് വന്നു. അതൊക്കെ വണ്ടിയിൽ സുരക്ഷിതമായി വെച്ച് അവൾ മുന്നിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. നിന്നോടും അങ്ങനെ തന്നെ. പിന്നെ ലൈഫ് ഇങ്ങനെ പാഴാക്കിക്കളയാതെ നല്ലൊരു തീരുമാനം എടുക്കാൻ നോക്കണം. കാരണം നിന്റെ തീരുമാനം നിന്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട്. നാം എന്ത് ചിന്തിച്ചാലും ദൈവം വിധിച്ചതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ്. പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. ഇതുവരെ കഴിഞ്ഞില്ല ഏട്ടാ രണ്ടുപേരുടെയും ഒരുക്കം. കല്യാണം ഇന്നാ, അല്ലാണ്ട് നാളെയല്ല. എന്നാലും ആകെ ഒരു കല്യാണം ഇടിയുള്ളൂ. ഒരു 10 മിനിറ്റ്. ഇതിപ്പോ 10 മിനിറ്റ് എന്ന് പറഞ്ഞ് മണിക്കൂർ നന്നായി. എല്ലാവരും ആളിലേക്ക് പോയിട്ടോ. അച്ഛനും അമ്മയും താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അമ്മയെങ്ങാനും വന്നാൽ തീരുമാനമാവും, പറഞ്ഞേക്കാം. ആര്യ അത് പറഞ്ഞ് റൂമിന്റെ പുറത്തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കഴിഞ്ഞില്ലേ ഇതുവരെ രണ്ടിന്റെയും ഒരുക്കം? കാലത്ത് കയറിയതാണല്ലോ. എനിക്കറിയില്ല, ഇപ്പോഴും രണ്ടും അകത്താ. ഇതിപ്പോ പെണ്ണുങ്ങളെക്കാൾ ഒരുക്കം ഇമ്മാർക്കാണല്ലോ. ലച്ചുവും കാവ്യ എപ്പോഴോ അവിടെ എത്തിയെന്നോ. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണം. അച്ഛൻ കടുപ്പത്തിൽ പറഞ്ഞു. റൂമിന്റെ ഡോർ വന്ന് രണ്ടുപേരും മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് നിന്നു. എന്താടാ ഇതൊക്കെ? രണ്ടുപേരും ഒന്ന് മുഴുവൻ നോക്കി അച്ഛൻ ചോദിച്ചു. ഇതല്ലല്ലോ ഏട്ടാ ഡ്രസ്സ്? അത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതല്ലേ അച്ഛാ? അതാ. പോയി മുണ്ടും ഷർട്ടിട്ട് വേടാ. അവന്റെ ഒരു തേങ്ങയല്ല അച്ഛാ ട്രെൻഡ്. എന്റെ ട്രെൻഡ് കാണണ്ടെങ്കിൽ പോയി മാറ്റിയിട്ട് വന്ന മര്യാക്ക് ഈ കിളവൻ എന്ന് പറഞ്ഞ് ആദ്യം തിരിച്ച് റൂമിലേക്ക് കയറിയതും ആനന്ദും തിരിച്ചു കയറി. രണ്ടും കൂടി പാൻറ്റൊക്കെ ഇട്ട് ആരോടും പറയാൻ സെറ്റാക്കി വെച്ച് അതൊക്കെ ഇട്ട് ഗെറ്റപ്പിൽ വന്നാണ്. ഇപ്പൊ ഓക്കെ. ആര്യ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടും മുണ്ടും ഷർട്ടും ഇട്ട് ഇരട്ടകളെ പോലെ വന്നു നിന്നു. രണ്ടും പൊതിഞ്ഞെടുത്തു, കെട്ടുകഴിഞ്ഞ് മാറ്റാം. ആനന്ദ് ഡ്രസ് വേണ്ടി പറഞ്ഞു. ആര്യ ഓക്കെ പറഞ്ഞു. അതെടുത്ത് ബാഗിലാക്കി വെച്ചു. ഏട്ടന്മാരുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി. ഇതിനാണോടാ ഇത്രയും സമയം എടുത്ത്? ഞങ്ങളെക്കാൾ കഷ്ടമാണല്ലോ നിന്റെയൊക്കെ കാര്യം. കല്യാണത്തിൽ തന്നെ അപമാനമാണല്ലോ ദേവി. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണോ എന്തോ സ്വയം പറഞ്ഞുകൊണ്ട് ആനന്ദ് വണ്ടിൽ കയറിയതും ആദ്യം കയറിയിരുന്നു. അവരൊക്കെ വന്നൂട്ടോ, ആരോ വിളിച്ചു പറഞ്ഞു. ലച്ചുവിന്റെയും കാവ്യയുടെയും ഹൃദയം പെട്ടെന്ന് മിടിക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇങ്ങനെയും ടെൻഷൻ ഉണ്ടാവോ? ലച്ചു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടിയോളെ വിളിക്കാം. വീണ്ടും ആരോ പറഞ്ഞു. അവരുടെ ഹൃദയമിടിപ്പ് കൂടിയതല്ലാതെ കുറഞ്ഞില്ല. കാവ്യാണെങ്കിൽ പേടിച്ച് കാലൊക്കെ വിറക്കുന്നുണ്ട്. ലച്ചു അവിടേക്ക് നടന്നു. സന്ദീപനെ കണ്ടവൾ ചിരിച്ചുകൊണ്ട് അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവനവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ഉമ്മവെച്ചു. ആനന്ദിന്റെ അടുത്തേക്ക് കാണിച്ചു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവൾ മണ്ഡപത്തിലേക്ക് കയറി.
ആനന്ദ് അവളെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ടതും ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു. പ്രസാദ് കാവ്യയെ പിടിച്ച് ആദിയുടെ അടുത്തായി ഇരുത്തി. മണ്ഡപത്തിലിരിക്കുന്ന മക്കളെ കണ്ടതും അച്ഛനമ്മമാരുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. സന്ദീപിന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ അച്ഛനും അമ്മ ഇതൊന്നും കാണാനില്ലാത്ത വേദന അവന്റെ ഉള്ളിൽ നിറഞ്ഞു. അതൊക്കെ കണ്ട് ദൂരെ മാറിന്ന് വരുണും കണ്ണുടച്ചു. അവന്റെ ഉള്ളിൽ വേണിയെക്കുറിച്ചായിരുന്നു ചിന്ത. ഇങ്ങനെ ഒരു മണ്ഡപത്തിൽ വേണിയുടെ കയ്യും പിടിച്ചിരിക്കുന്ന കാഴ്ച അവൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. അതൊക്കെ ഓർത്തവും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മുന്നിലെ സന്തോഷം കണ്ട് അവൻ കണ്ണു തുടച്ചു. പെട്ടെന്ന് കൊട്ടും കുരവും കേട്ടതും അച്ഛൻ താലിയെടുത്ത് ആനന്ദിന്റെ ആദിയുടെയും കയ്യിലേക്ക് കൊടുത്തു. അത് കണ്ടതും കാവ്യ ചിരിച്ചുകൊണ്ട് അതിലേറെ സന്തോഷത്തോടെ അവനെ നോക്കി. ലച്ചു അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ആനന്ദ് താലി അവളുടെ കഴുത്തിലേക്ക് ചാർത്തിയതും ലച്ചു കണ്ണടച്ച് തൊഴുതുകൊണ്ട് അത് ഏറ്റുവാങ്ങി. താലി കെട്ടിയതും സന്തോഷത്തോടെ അവളുടെ നെറുകിൽ സിന്ദൂരം തൊട്ടതും അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് അവൻ അവളെ നോക്കി. കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അവളുടെ കവിളിലായി ചുംബിച്ചതും ലച്ചു നാണത്തോടെ മുഖം കുനിച്ചു. അത് കണ്ടതും അച്ഛനും അമ്മയും പരസ്പരം നോക്കി ചിരിച്ചു. ആദി കാവ്യയുടെ കഴുത്തിലും താലിയാർത്തി. അവരുടെ പ്രണയം സഫലമായ സന്തോഷത്തിൽ അവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. ആര്യ വന്ന് പിടിച്ചു മാറ്റിയതും രണ്ടും ചിരിച്ചുകൊണ്ട് അകന്നു മാറി. രണ്ടച്ഛന്മാരും മുന്നിൽ നിന്ന് മക്കളെ കൈപിടിച്ച് നൽകി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞതും ആഹാരം കഴിച്ച് ലച്ചുവും കാവ്യം ചിരിച്ചുകൊണ്ട് തന്നെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ആനന്ദിനും ആദിക്കൊപ്പം വണ്ടിയിൽ കയറി. പോകും വഴിയിൽ ലച്ചു ആനന്ദിന്റെ തോളിലേക്ക് തലചേർത്ത് വെച്ച് കിടന്നു. ആദ്യം കാവ്യ അവിടെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയിരുന്നു. അവളെയും വലം കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് അവനും ചെറുതായി ഒന്ന് മയങ്ങി. ഏട്ടാ, ആര്യയുടെ വെളിയിലാണ്. രണ്ടുപേരും കണ്ണു തുറന്ന് ആദ്യം കാവ്യ ഇറങ്ങി നിൽപ്പുണ്ട്. ആനന്ദ് അവളെയും കൊണ്ട് ഇറങ്ങിയതാണ്. അമ്മ നിലവിളക്കുമായിട്ട് അവിടേക്ക് വന്നു. ലച്ചുവും കാവ്യ ഒന്നിച്ചതിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറി. വന്നവരൊക്കെ ലച്ചുവിനെയും കാവ്യയും പിടിച്ചു നിർത്തി ഓരോന്നും ചോദിച്ചുകൊണ്ട് സ്വർണത്തിന്റെയും മറ്റും കണക്കെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. അത് കണ്ടതും അമ്മ അവരുടെ അടുത്തേക്ക് വന്നു രണ്ടുപേരെയും റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ആശ്വാസത്തോടെ അവർ റൂമിലേക്ക് പോയി. ആനന്ദും ആദിയും ഫ്രണ്ട്സിന്റെയും വന്നവരുടെയും കൂടെയാണ്. ലച്ചു റൂമിലേക്ക് ചെന്നും ആര്യ അവളുടെ കൂടെ എത്തി. ചേച്ചിക്കൂടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഈ ഷെൽഫിന്റെ കീ എവിടെയാ? ലച്ചു അതിലേക്ക് ചൂണ്ടി ചോദിച്ചു. അയ്യോ, അത് ഏട്ടന്റെ കയ്യിലാ, ഞാൻ വാങ്ങിയിട്ട് വരാം. അതും പറഞ്ഞ് ആര്യ നേരെ കാവ്യയുടെ അടുത്തേക്ക് പോയി. അവൾക്ക് പിന്നെ ആദിയുടെ റൂമിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ആര്യയുടെ ഹെൽപ്പൊന്നും വേണ്ടി വന്നില്ല. ലച്ചു ആര്യയും കാത്ത് ബെഡിലിരുന്നതും ആനന്ദ് അവിടേക്ക് വന്നുകൊണ്ട് അവൾ ഇരുന്നിടത്ത് എഴുന്നേറ്റു. അവൻ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് ഡോർ അടച്ചവും ലച്ചു അത് കണ്ട് വല്ലാത്ത അവസ്ഥയിൽ അവനെ നോക്കി. അവളുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. ഞാനൊന്ന് പുറത്തു പോവാ ഫ്രണ്ട്സിന്റെ കൂടെ, നീ ഫ്രഷായി താഴേക്ക് ചെല്ല്, പിന്നെ വൈകാതെ വരാട്ടോ. അവരതും പറഞ്ഞ് കീ അവളുടെ കയ്യിൽ കൊടുത്തു പോയതും ലച്ചു ശ്വാസം വലിച്ചു വിട്ടു. അവൾ ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് ഷെൽഫിൽ വെച്ച് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി. ഫ്രഷായി ഇറങ്ങിയതും ആര്യയുടെ സഹായത്തോടെ സാരി ഉടുത്ത് 2 വളയും ഇട്ട് താലിയും അതിന്റെ കൂടെ ഒരു മാലയും ഇട്ട് പൊട്ടും വെച്ച് താഴേക്ക് ചെന്നു. കാവ്യയെ കണ്ടതും ലച്ചു അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അപ്പോഴേക്ക് അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും അവിടേക്ക് എത്തിയിരുന്നു. രാധികയെ കണ്ടതും ലച്ചു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. കാവ്യ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ആദ്യം ആനന്ദ് വരാൻ കാത്തു നിൽക്കുകയാണ് 2 വീട്ടുകാരും. കല്യാണം കഴിഞ്ഞിട്ടും നിനക്കൊക്കെ നേരത്തെ വീട്ടിൽ കയറാനായില്ലടാ, അച്ഛൻ ചോദിച്ചതും അവർ പരസ്പരം നോക്കി. ഫ്രണ്ട്സിന്റെ കൂടെ അകത്തേക്ക് ചെല്ല്, അവിടെ എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കുക. അത് കേട്ടത് അവർ അകത്തേക്ക് ചെന്നു. ആനന്ദിനെ ആദ്യം കണ്ടത് എല്ലാവർക്കും സന്തോഷമായി. അവർക്കൊപ്പം സമയം ചെലവഴിച്ച് ആഹാരവും കഴിഞ്ഞ് ലച്ചുവിനോടും കാവ്യയോടും യാത്ര പറഞ്ഞ് അവരും ഇറങ്ങി. ഏട്ടൻ ഇവിടെ തന്നെ കാണില്ലേ? ലച്ചു ചോദിച്ചവും അവൻ എല്ലാവരെയും നോക്കി. ഞാനിവിടെ ഉണ്ടാവും. അവൾ ചോദിച്ചവും അത് നിരസിക്കാൻ കഴിയാൻ സന്ദീപ് പറഞ്ഞു. കൂട്ടിന് വരുണിനെയും പിടിച്ചു നിർത്തി അച്ഛനുമായി ഓരോന്ന് പറഞ്ഞ് അവരിരുന്നു. സന്ദീപ് പോകുന്നില്ലെന്ന് കേട്ടതും പ്രിയയും ആര്യയുടെ പേരും പറഞ്ഞ് അവിടെ നിന്നു. നാളെ കുറേയായി കാണുന്നതാണെങ്കിലും റൂമിലേക്ക് പോകാൻ സമയമായപ്പോൾ രണ്ടിനും വിറയിലും പേടിയും തുടങ്ങി. മോളെ പാല്, റൂമിലേക്ക് ചെല്ല്. അമ്മ അതും പറഞ്ഞ് 2 ഗ്ലാസ് കൊണ്ടുവച്ചതും ആര്യ നേരെ ചെന്ന് അത് 2 എടുത്തു. അങ്ങനെയൊക്കെ പോയാലെങ്ങനെയാ? എന്റെ പ്ലാൻ കഴിഞ്ഞിട്ടില്ല. ആര്യെ അതങ്ങ് കൊടുക്ക്, അവര് പോയി റെസ്റ്റ് എടുക്കട്ടെ. അവര് റെസ്റ്റ് എടുത്തോട്ടെ, പക്ഷെ പണി എന്റെ ഏട്ടന്മാർക്കാ. അതും പറഞ്ഞ് ആര്യ ഉറക്കെ വിളിച്ചു. 2ഉം പല്ലും കടിച്ച് താഴേക്ക് വന്നു. എന്താ? അതൊക്കെയുണ്ട്. എന്തായാലും ഇന്ന് മുതൽ ഇവർ 2 നിങ്ങളുടെ കൂടെ കാണും. ഇവർക്ക് 2നും വല്ലാത്ത ക്ഷീണം, അതുകൊണ്ട് ഏട്ടന്മാർ എടുത്തുകൊണ്ട് പോകണമെന്ന് ആര്യ പറഞ്ഞു. 2 അവരെ നോക്കി. അവരില്ലെന്ന് കാണിച്ചു ആര്യ. അവരങ്ങനെയൊക്കെ പറയും, പക്ഷെ അവരെ എടുത്തോണ്ടല്ല എന്ന് അവർ റൂമിലെത്തില്ല. ഞാൻ സമ്മതിക്കില്ല. ഇത് വലിയ കുരിശായല്ലോ. എടുക്കാനല്ലേ? എടുത്തേക്കാം, വാലിച്ചു. അതും പറഞ്ഞ് ആനന്ദ് അവിടെ എടുക്കാൻ പോയതും ആര്യ കണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അയ്യോ, ഇങ്ങനെയല്ല. പിന്നെ ദേ ഇങ്ങനെ. അതും പറഞ്ഞ് തലയിൽ ചുമന്നുകൊണ്ടുപോകുന്ന ഒരാൾ കാണിച്ചു 2 വായും പൊളിച്ചു നിന്നു. അപ്പോഴേക്ക് അവൾ പോയി 2 പെട്ടി എടുത്തുകൊണ്ട് വന്നു. ഇതെന്താ, ഞങ്ങളെ പാക്ക് ചെയ്ത് അയക്കാനാണോ? പാക്ക് ചെയ്ത് ഇവിടെ കൂടെ അയക്കാൻ. ചേച്ചിയും കാവ്യത്തിലെത്തി ഏട്ടന്മാർ ചുമന്നിട്ട് മേലേക്ക് പോകണം. അത് കേട്ട് 2 ഞെട്ടി. കാവ്യയും ലച്ചുവും അത് കൊള്ളാലോ എന്ന ബാതിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊന്നും പറ്റില്ല, നീ വാ, ഇവള് വട്ട. ആദ്യം അതും പറഞ്ഞ് കാവ്യ വിളിച്ചും അവൾ അതിനെ നോക്കി കണ്ണുരുട്ടി.
ആര്യയുടെ ആഗ്രഹമല്ലേ ഏട്ടാ, എടുക്ക്. നീയും കാലും അറിയും, വടി പോവാ. അവളുടെ ആഗ്രഹമല്ലേടാ, പറയുന്ന പോലെ കേൾക്ക്. നിങ്ങൾക്ക് ആകെയുള്ള പെങ്ങളല്ലേ. അച്ഛനും കൂടി സപ്പോർട്ട് ചെയ്തും വേറെ വഴിയിലായ രണ്ടും കെട്ടിയോളുമാരെ നോക്കി. അവരെപ്പോഴേ റെഡിയെന്ന പോലെ പെട്ടിയിൽ കയറി ഇരിപ്പായി. മുകളിലെത്തുമ്പോൾ മേലോട്ട് പോകാനുള്ള പെട്ടിയോട് റെഡിയാക്കി വെച്ചോ. ഡാ, അമ്മ കലിപ്പിൽ വിളിച്ചോ. രണ്ടും ആവുന്ന പോലെയൊക്കെ പെട്ടിയെടുത്ത് പൊക്കി തലയിൽ വെക്കേട്ടാ. അവര് വീണാലും കേട് നിങ്ങൾക്ക്, അതുകൊണ്ട് വീഴാണ്ട് കൊണ്ടുപോകണേ. ആര്യ പറഞ്ഞു. രണ്ടും പല്ലും കടിച്ച് രണ്ടിനെയും കൊണ്ട് മേലേക്ക് നടന്നു. റൂമിലെത്തിയത് ആനന്ദൊരു എറിയലായിരുന്നു ബെഡിലേക്ക് അവളെ. അമ്മേ, ഓ എന്റെ തല. അതും പറഞ്ഞ് അവനും ബെഡിലേക്ക് വീണു. വേദനിച്ചേട്ടാ? ഏയ് ഇല്ല, 10-60 ചുമന്ന്, അതുകൊണ്ട് നല്ല സുഖം. 60ഒന്നുമില്ല, ഞാൻ ഇപ്പോഴും 50. പക്ഷെ കണ്ടാ പറയില്ല. എന്നാലും സാരില്ല, നീ വന്നേടി. അതും പറഞ്ഞ് ബെഡിൽ കിടന്ന അവന്റെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ആദ്യം പെട്ടി കൊണ്ടുവന്ന ആട് എളുപ്പത്തിന് ഷെൽഫിന്റെ മേലേക്ക് വെച്ചു. ഞാനെന്താ കാഴ്ച വസ്തുവാണോ ഇവിടെ കൊണ്ടുവെക്കാൻ? എനിക്കിനി ഒരടി നടക്കാൻ വയ്യ, വേണേ സ്വയം ഇറങ്ങിക്കോ. ആദ്യേട്ടാ ഒന്ന് പോടി. അവള് പറഞ്ഞപ്പോ എന്നാ ഉത്സാഹം നിനക്ക്, തെണ്ടി മനസ്സാക്ഷിയില്ലാത്ത ജന്തു. കൊള്ള ആദ്യേട്ടാ, കെട്ടിന് മുന്നേ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ ഏട്ടൻ. ഇപ്പൊ സ്വഭാവം മാറിയല്ലേ. നിങ്ങളാ ദുഷ്ടൻ. സ്വന്തം ഭാര്യ എടുത്തപ്പോ തന്നെ നിങ്ങൾ തളർന്നു. എന്തൊരാണാ നിങ്ങള്? അതും പറഞ്ഞ ഞാൻ കൽപ്പിൽ പെട്ടി പിടിച്ച് വലിച്ചു ദേ കിടക്കും താഴേക്ക്. എന്റെ അമ്മേ! അയ്യോ കാവി, എന്തെങ്കിലും പറ്റിയോ? ഓടാ തെണ്ടി, എന്നെ തൊട്ടു പോരുത്. ദുഷ്ടൻ, ചതിയൻ, വഞ്ചകൻ. നിങ്ങൾ എന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയല്ലേ അമ്മേ. അതും പറഞ്ഞ് കാവ്യ തറയിൽ കിടന്നിൽ വിളിക്കാൻ തുടങ്ങിയതും ആദ്യം എന്തും ചെയ്യണമെന്നറിയാൻ നിന്നു. നിങ്ങളെ കാരെ പിടിച്ച് ഡോക്ടറാക്കിയത് എവിടുത്തെ ഡോക്ടറാണോ നിങ്ങള്? അതും കാശ് കൊടുത്ത് വാങ്ങിയതാണോ? ഒരു പേഷ്യന്റ് വേദനയോട് നിലവിളിക്കുമ്പോൾ നോക്കിക്കുന്ന നാറി ഡോക്ടർ. അയ്യോ സോറി. അതും പറഞ്ഞ് അവർ അവളെയും താങ്ങിയെടുത്ത് ബെഡിൽ കിടത്തി. അമ്മേ, എന്റെ ബാക്ക്. കുറ്റബോധമുണ്ട് എനിക്ക്, കുറ്റബോധം. നീ അങ്ങനെ പറഞ്ഞതിലാണോ? സാരമില്ല. അതിനല്ല, നിങ്ങളെ കെട്ടിയതിൽ. ഫസ്റ്റ് നൈറ്റ് തന്നെ നിങ്ങൾ എന്റെ ലാസ്റ്റ് നൈറ്റ് ആക്കി. കാവ്യ അതും വിളിച്ച് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്റെ അടുത്തേക്ക് വന്നു പോയത്. ആ തറയിലെങ്ങാനും കിടന്നോ? ദാ പിടിക്ക്. അതും പറഞ്ഞ അവൾ പില്ലോ എടുത്ത് എറിഞ്ഞെടുത്തു. കാവ്യേ, കാവ്യല്ല കൂവ. എന്റെ അടുത്ത് ഇങ്ങനെ വന്നാൽ ഞാൻ വിളിച്ചു പോവും. എല്ലാവരോടും പറയും നിങ്ങൾ എന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്ന്. അത് കേട്ടതും ഏകദേശം തീരുമാനമായ മട്ടിൽ അവൻ പില്ലോ എടുത്ത് സോഫയിൽ ചെന്ന് കിടന്നു. കാവ്യ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പുതപ്പെടുത്ത് തലവഴിയെ മൂടിയതും ഡോറിൽ മുട്ടുകേട്ട് അവൻ ആദ്യം നോക്കി. നീ അതിനിടയ്ക്ക് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു? ഞാനാരെയും വിളിച്ചിട്ടില്ല. കാവ്യ പറഞ്ഞ് ആദ്യം എഴുന്നേറ്റ് ഡോർ വന്നു. മുന്നിൽ പാലം കൊണ്ട് നിൽക്കുന്ന ആര്യയെ കണ്ട് അവനവൾ ദേഷ്യത്തിൽ നോക്കി. എന്തായി? ഇറങ്ങി പോടി. അവന്റെ അലർച്ച കേട്ടത് അവൾ ജീവനും കൊണ്ട് ഓടി. ആദ്യം പാല് ദയനീയമായി നോക്കി ടേബിൾ കൊണ്ടുവച്ചു. കാവ്യെ നോക്കിയതും അവൾ തിരിഞ്ഞു കിടന്നു. അതുകൊണ്ട് അവൻ സോഫയിൽ പോയി കിടന്നു. കാവ്യ തിരിഞ്ഞു നോക്കി പാലെടുത്ത് ഒറ്റ വലി കുടിച്ചുകൊണ്ട് തല വഴിയെ മൂടി കിടന്നു. ആദ്യം കണ്ട് അവളെയും നോക്കി അങ്ങനെ കിടന്നു. ലച്ചു അവന്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തിയതും അവൻ കണ്ണടച്ച് കിടക്കുന്ന കണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ നോക്കുന്നേ? അവൻ ചോദിച്ചും അവൾ നെറ്റി വിളിച്ചു. ഏട്ടനെങ്ങനെ മനസ്സിലായി ഞാൻ നോക്കിയെന്ന്? നിന്റെ ഓരോ ചലനവും എനിക്കറിയാം. അത് കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു. അവിടെയും ഡോറിൽ മുട്ടുകേട്ട്. ഒരു മിനിറ്റേ. അതും പറഞ്ഞ് അവനെ വിട്ട് അവൾ ഡോർ തുറന്നു. മുന്നിൽ ആര്യ കണ്ടവൾ ചിരിച്ചു. ആര്യ അകത്തേക്ക് തലയിട്ട് നോക്കിയത് ലച്ചു കണ്ടവൾ നോക്കി. ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എന്തേ? അല്ല വയലിന്റെ ഗാനം ആയോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. ദാ പിടിച്ചോ. അവ പിന്നെ ശരി, നടക്കട്ടെ. നേരെ അങ്ങോട്ട്. അവൻ പറഞ്ഞ ആര്യ പാലും കൊടുത്തു പോയതും അവൾ തലകുരിക്ക് അകത്തേക്ക് കയറി. പാല് തരാൻ വന്നാ? ലച്ചു അവന് നേർക്ക് കിട്ടിയതും അവനത് വാങ്ങി ടേബിളിൽ വെച്ചു. കുടിക്കുന്നില്ലേ? ഞാൻ പാല് കുടിക്കാറില്ല. നീയും കുടിക്കാറില്ലല്ലോ. ആനന്ദി ചോദിച്ചു. അത് കേട്ടവൾ അവനെ സംശയത്തിൽ നോക്കി. കുറച്ചു കാലം നീ ഇവിടെയല്ലേ കഴിഞ്ഞത്? എനിക്കറിയാം. അതിനവളൊന്ന് പുഞ്ചിരിച്ചു. അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ നെഞ്ചിൽ തലയുയർത്തി കിടന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഏട്ടൻ സത്യം പറയോ? അവൾ പെട്ടെന്ന് ചോദിച്ചവൻ അതിന് മൂളി. കാർത്തികിന്റെ മരണത്തിന് പിന്നിൽ ആരാ? അവളുടെ ചോദ്യം കേട്ടത് അവൻ ഞെട്ടി അവൾ അവന്റെ ദേഹത്തു നിന്ന് മാറ്റിക്കൊണ്ട് എഴുന്നേറ്റതും അത് കണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പറയട്ടാ, ഏട്ടനാണോ? ഞാനോ? ഞാനായിരുന്നെങ്കിൽ എന്നേ പോലീസ് പിടിക്കില്ലായിരുന്നു. നീ ഇതെന്താ പറയുന്നത് എനിക്കറിയോ? ഞാൻ പറയുന്നത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടനാണോ അതിന് പിന്നില്? എന്റെ സ്വന്തം ഏട്ടനും പിന്നെ ഈ ഏട്ടനും കൂടിയല്ലേ? ലച്ചു, എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു അയാളെ കൊല്ലുന്ന എനിക്ക് വാക്കുന്ന ഏട്ടനാ. എന്റെ ഏട്ടന്റെ വാക്കുകളിലും അയാളുടെ മരണത്തിന് ശേഷം പലപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട്. നീ പറഞ്ഞ സത്യം തന്നെയാ. പക്ഷെ അവനെ കൊന്ന ഞങ്ങളല്ല. അവൻ കാണിച്ചുള്ള ശിക്ഷ മാത്രമേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അവന്റെ ജീവനെടുത്ത ദൈവം തന്നെയാ. അപ്പൊ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചതോ? ഞങ്ങൾ തന്നെയാ. അവൻ ഈ ലോകത്ത് ജീവിക്കാൻ ഒരു അർഹതയില്ല. അവൻ കാരണം നഷ്ടം മാത്രമാണ് നിനക്കുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. വരുണിന് അവന്റെ സഹോദരിയെ നഷ്ടമായി. നിന്റെ ഏട്ടനെ ഒരുപാട് അനുഭവിച്ചു. നീ നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ. നിന്നെ ഓരോ വട്ടം നോക്കുമ്പോൾ അവനെല്ലാം കടിച്ചമർത്തുകയായിരുന്നു. അത്രയൊക്കെ ക്രൂരത കാട്ടി അവനോട് ആർക്കും ക്ഷമിക്കാനാവില്ല. നിന്റെ അച്ഛനും അമ്മയും അനുഭവിച്ച ഭയവും വേദന എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും നിന്റെ നഷ്ടാവരുന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആനന്ദ് പറഞ്ഞു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ അവനിൽ നിന്ന് അകന്നു. അപ്പൊ പോലീസ് അറിഞ്ഞ ഏട്ടനെ അവർ കൊണ്ടുപോയില്ലേ?
ഞങ്ങൾ ആരും ഇനി കൊണ്ടുപോയില്ല. അവന്റെ അച്ഛനായി തന്നെ ആ കേസ് വേണ്ടാന്ന് വെച്ചു. ഇനിയൊരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാവരുടെ അവസാനത്തോടെ തന്നെ അവസാനിച്ചു. ഇനി നമ്മുടെ ജീവിതം, നമ്മൾ മാത്രമുള്ള ജീവിതം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു അവന്റെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവനും ചുംബനങ്ങൾ കൊണ്ട് മൂടി. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കാനാവാതെ നാണത്താൽ തലതാഴ്ത്തി. അവളെ പിടിവിടാത്ത നെടുപ്പിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളിലെ ഓരോ മാറ്റവും നോക്കി കാണുകയായിരുന്നു അവൻ. കൈകൾ വഴിമാറി സഞ്ചരിച്ചതും വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ അവളൊന്ന് ഉയർന്നു പൊങ്ങി. കണ്ണടച്ച് നിൽക്കുന്നവളുടെ അടുത്തേക്ക് അവൻ മുഖം അടുപ്പിച്ചതും അവന്റെ ശ്വാസം തന്നെ ദേഹത്ത് തട്ടിയതും അവൾ കണ്ണുകൾ തുറന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.